ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈഷൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ടുഡേ വി ടേക്കൻ എ ന്യൂ ടോപ്പിക് ദാറ്റ് ഈസ് ഫുഡ് ഹിസ്റ്ററി റിലേറ്റഡ് ടു ഫെലിപ്പ് ഫെർണാണ്ടസ് ആർമെസ്റ്റോ. നമ്മുടെ ടോപ്പിക്കിൽ ഫുഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് കവർ ചെയ്യുന്നത്. അതായത് ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അവിഭാജ്യമായിട്ടൊരു ഘടകമാണ് അല്ലേ. മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ എന്തിനാണ്? ഭക്ഷണം കഴിക്കുക എന്നതുകൊണ്ട് തന്നെയാണ്. ഭക്ഷണം കഴിക്കുക എന്നതിന് വേണ്ടി തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ആദിമകാലത്ത് മനുഷ്യൻ വേട്ടയാടിയും അലഞ്ഞു തിരിഞ്ഞും നടന്നിരുന്നു. ആ ഒരു മനുഷ്യൻ്റെ പരിണാമ കാലഘട്ടത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളിന്ന് ഭക്ഷണ കാര്യങ്ങളിൽ ഏത് പരിധി വരെയാണ് നമ്മൾ പോയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ചരിത്രരചനയിൽ ചരിത്രവുമായി റിലേറ്റഡ് ആയിട്ട് ഈ ഫുഡ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫുഡ് ഹിസ്റ്ററിയുടെ റോൾ എന്താണ് എന്നാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഫിലിപ്പ് ഫെർണാണ്ടസ് ആർമെസ്റ്റോ നമുക്ക് മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഫിലിപ്പ് ഫെർണാണ്ടസ് ആർമെസ്റ്റോ ഈസ് എ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ who is famous in history for his path-breaking studies on the history of food in the world. ഫിലിപ്പ് ഫെർണാണ്ടസ് ആർമെസ്റ്റോ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ, അദ്ദേഹം പ്രസിദ്ധനായത്, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാത്ത് ബ്രേക്കിംഗ് സ്റ്റഡീസ് അദ്ദേഹം നടത്തിയത് ഏത് മേഖലയിലാണ്? ഫുഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെതായ പഠനം നടത്തിയിട്ടുള്ളത്. ഹി ഈസ് ദ ഫസ്റ്റ് അക്കാഡമിക് ഹിസ്റ്റോറിയൻ ടു മേക്ക് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓൺ ദ ഹിസ്റ്ററി ഓഫ് ഫുഡ് ആൻഡ് സൊസൈറ്റി. അതായത് അക്കാദമിക രംഗങ്ങളിൽ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തിയ ആദ്യത്തെ ചരിത്രകാരൻ എന്ന് പറയുന്നത് ആരാണ്? ഫിലിപ്പ് ഫെർണാണ്ടസ് ആർമെസ്റ്റോ ആണ്. അപ്പോൾ ഫിലിപ്പ് ഫെർണാണ്ടസ് ആർമെസ്റ്റോ ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹം ഫേമസ് ആയത് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ഫുഡ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. അദ്ദേഹമാണ് ചരിത്രരചനയിൽ പഠനം നടത്തിയ ഫസ്റ്റ് അക്കാഡമിക് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഹിസ് മാഗ്നം ഓപ്പസ് നിയർ 1000 tables, എ ഹിസ്റ്ററി ഓഫ് ഫുഡ്, published in 2001, stand as the best read and exclusive and most influential work on the history of food and its effect on changing the attitude of people. അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ്, the magnum opus is a work or art, music, literature that is regarded as the most important. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കൃതിയാണ് ഇത്, നിയർ 1000 tables, എ ഹിസ്റ്ററി ഓഫ് ഫുഡ്. അതായത് അത് ആ ഒരു കൃതി എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 2001. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് റീഡായിട്ട് ഈ കാലഘട്ടത്തിൽ വന്നു. എക്സ്ക്ലൂസീവായിട്ട് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ചരിത്രരചനയിൽ, ഈ ഫുഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചരിത്രരചനയിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് വർക്കായിട്ട് വന്നു. അതായത് ആറ്റിറ്റ്യൂഡ്, ഇതിൽ ഇദ്ദേഹം കാണിക്കുന്നത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ ആണ്. അതായത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ മനോഭാവത്തെയാണ് അദ്ദേഹം ഇതിലൂടെ കാണിക്കുന്നത്. ആർമെസ്റ്റോ traces the history of food through 8 revolutionary stages. 8 revolutionary സ്റ്റേജസിലൂടെയാണ് ഈ ഭക്ഷണ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം കാണിക്കുന്നത്. ഹി ഐഡൻറ്റിഫൈഡ് ദ ഒറിജിൻ ഓഫ് കുക്കിംഗ് ആസ് ദ ഫസ്റ്റ് സ്റ്റേജ്. അതായത് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ദ ഒറിജിൻ ഓഫ് ദ കുക്കിംഗ് ആണ്. അതായത് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്, ആ ഒറിജിൻ ഓഫ് ദ കുക്കിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് വിച്ച് വാസ് ദ ഫസ്റ്റ് റെവല്യൂഷൻ. വൈൽ ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ ദ റെവല്യൂഷൻ വാസ് ദ മീനിങ് ഓഫ് ഈറ്റിംഗ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? മീനിങ് ഓഫ് ദി ഈറ്റിംഗ്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണ ചരിത്രത്തെ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഒരു 8 റെവല്യൂഷണറി സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ട്. ഹി ഐഡൻറ്റിഫൈഡ് ദ ഒറിജിൻ ഓഫ് കുക്കിംഗ് ആസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ആദ്യം എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ഒന്നാമത്തെ സ്റ്റേജായിട്ട് വരുന്നത്. അത് ഫസ്റ്റ് റവല്യൂഷനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്താ പറഞ്ഞത്? ഇൻ ദ ഇവല്യൂഷൻ ആണ് കേട്ടോ. ഇവിടെ ഇവല്യൂഷൻ മീൻസ് ഇതിൻ്റെ പരിണാമം എന്താണ്? വാസ് ദ മീനിങ് ഓഫ് ഈറ്റിംഗ്. ആദ്യം കുക്കിംഗ് ചെയ്യുന്നു, രണ്ടാമത് അതിൻ്റെ ഈറ്റിംഗ് ആണ്, മീനിങ് ഓഫ് ഈറ്റിംഗ്. That is characterized by food as rite and magic or the ritualization of eating. Breeding to eat
was the third stage, where herding revolution had taken place along with the changes from collecting food to producing it. The fourth stage അല്ലെങ്കിൽ the fourth phase എന്ന് പറയുന്നത് എന്താണ്? edible earth on which the main speciality and managing plant life for food. Food and rank was the fifth stage, where inequality and the rise of haute cuisine was mainstay. He identified the sixth stage, the edible horizon, in which food and a long-range exchange of culture was the main mark. In the seventh stage, which branded as challenging evolution, food and ecological evolution was the characteristics. The final stage was known as feeding the giants, where food industrialization of the 19th and the 20th century was a prime feature. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് ഇതിൽ ഇദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജസിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടത് എന്താണ്? ആർമെസ്റ്റോ ട്രേസസ് ദ ഹിസ്റ്ററി ഓഫ് ഫുഡ് ത്രൂ 8 റെവല്യൂഷണറി സ്റ്റേജ്. 8 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം ഈ ഫുഡിൻ്റെ ഹിസ്റ്ററീനെ അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ട്. He identified the origin of cooking as the first stage. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് കുക്കിംഗ് ആണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് റെവല്യൂഷൻ. ആദ്യം പാചകം ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഉള്ള ഭക്ഷണങ്ങളാണ് പാചകം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക. വൈൽ ദ സെക്കൻഡ് സ്റ്റേജ് എന്താണ്? ഇവല്യൂഷൻ വാസ് ദ മീനിങ് ഓഫ് ഈറ്റിംഗ്. രണ്ടാമത്തെ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. വാട്ട് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫുഡ് ആസ് റൈറ്റ് ആൻഡ് മാജിക് ഓർ ദി റിച്വലൈസേഷൻ ഓഫ് ഈറ്റിംഗ്. അതായത് റൈറ്റ് ആൻഡ് മാജിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എ റിലീജിയൻ ഓർ അതർ സോളം സെറിമണി. അപ്പം അത്രയും റിച്വലായിട്ടുള്ള ഒരു ഔട്ട്കമാണ് ഈ ഫുഡിന് ഇവിടെ ഇദ്ദേഹം കൊടുക്കുന്നത്. അതായത് റൈറ്റ് ആൻഡ് മാജിക് ഓർ ദ റിച്വലൈസേഷൻ ഓഫ് ഈറ്റിംഗ്, ഭക്ഷണത്തിൻ്റെ റിച്വലൈസേഷൻ. ബ്രീഡിംഗ് ആൻഡ് ഈറ്റ് വാസ് ദ third stage, where herding revolution had taken place along with the change from collecting food in producing it. അതായത് ഇസ് ദ പ്രാക്ടീസ് ഓഫ് കെയറിങ് ഫോർ റോമിങ് ഗ്രൂപ്പ്സ്. അതായത് ഒരുപാട് ഇങ്ങനെ ഒരു ഭാഗത്ത് തന്നെ ഭക്ഷണം നമുക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറിയിട്ടാണ് നമ്മൾ ഈ ഭക്ഷണ രീതിയെ നമ്മൾ പരീക്ഷിക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഒരിക്കലും ഭക്ഷണത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറി ദേശങ്ങൾ മാറി ഭക്ഷണത്തിൻ്റെ ചരിത്രത്തെ നമ്മൾ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. ഹെർഡിംഗ് റെവല്യൂഷൻ ഹാഡ് ടേക്ക് പ്ലേസ് അലോങ് വിത്ത് ദി ചേഞ്ചസ് ഫ്രം കളക്ടിങ് ഫുഡ് ടു പ്രൊഡ്യൂസിങ് ഇറ്റ്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ശേഖരിക്കുക, അല്ലെങ്കിൽ എന്താണ് അതിനെ കളക്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് അതിനെ എക്സ്ചേഞ്ച് ചെയ്യുക, അതിനെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഹെർഡിംഗ് റെവല്യൂഷൻ ഹാഡ് ടേക്ക് പ്ലേസ് അലോങ് വിത്ത് ദി ചേഞ്ചസ് ഫ്രം കളക്ടിങ് ഫുഡ് ടു പ്രൊഡ്യൂസിങ് ഇറ്റ്. ഫോർത്ത് ഫേസ് എന്താ പറയുന്നത്? എഡിബിൾ എർത്ത് ഇൻ ദി മെയിൻ സ്പെഷ്യാലിറ്റി വാസ് മാനേജിങ് പ്ലാന്റ് ലൈഫ് ഫോർ ഫുഡ്. അതായത് ഫിറ്റ് ഓർ സ്യൂട്ട് ടു ബി ഈറ്റൺ. അതാണ് ഇവിടെ നോക്കുന്നത്. എഡിബിൾ മീൻസ് എന്താണ്? ഫിറ്റ് ഓർ സ്യൂട്ട് ടു ബി ഈറ്റൺ. അപ്പോൾ ഏത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അതാണ് ഇവിടെ നോക്കുന്നത്. ദ എഡിബിൾ എർത്ത് ഓൺ ദി മെയിൻ സ്പെഷ്യാലിറ്റി വാസ് മാനേജിങ് പ്ലാന്റ് ലൈഫ് ഫോർ ഫുഡ്. പ്ലാന്റ് ലൈഫിന്ന് എങ്ങനെയാണ് ഒരു ഫുഡ്, അതിൽ നിന്ന് നമ്മൾ ആ പ്ലാന്റ് ലൈഫിനെ എങ്ങനെ ഒരു ഫുഡിലേക്ക് മാറ്റുന്നു, ആ ഒരു കാലഘട്ടമാണ് ഇവിടെ പറയുന്നത്. ഫുഡ് ആൻഡ് റാങ്ക് വാസ് ദ ഫിഫ്ത്ത് സ്റ്റേജ്. അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫുഡും അതിൻ്റെ റാങ്കും വെച്ചിട്ടാണ് നമ്മളിതിലെ അഞ്ചാമത്തെ ഘട്ടം അളക്കുന്നത്. വേർ ഇനീക്വാളിറ്റി ആൻഡ് ദ റൈസ് ഹോട്ട് കസിൻ വാസ് ദ മെയിൻ സ്റ്റേ. മീൻസ് ഫാഷനബിൾ, എലിഗൻറ്റ് ഓർ ഹൈ ക്ലാസ്. അപ്പോൾ ലെവല് മാറി. ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അഞ്ചാമത്തെ ഘട്ടമൊക്കെ ആകുമ്പോഴേക്കും ഈ ഭക്ഷണ ചരിത്രത്തിൻ്റെ ലെവലേ മാറി. അതെന്തിലേക്ക് മാറും? ഇനീക്വാളിറ്റി ആൻഡ് ദ റൈസ് ഓഫ് ഹോട്ട് കസിൻ വാസ് ദ മെയിൻ സ്റ്റേ. ഐഡൻറ്റിഫൈ ദ സിക്സ്ത് സ്റ്റേജ്. ആറാമത്തെ ഘട്ടമായപ്പോഴേക്കും എന്തിലേക്ക് വന്നു നമ്മൾ? ദ എഡിബിൾ ഹൊറിസോൺ
in which food and long range exchange of culture was the main mark. അതായത് ഇതിൻ്റെ ലിമിറ്റ് ഓഫ് എ പേഴ്സൺസ് നോളജ് അതിലേക്ക് വരികയാണ്. നമുക്ക് ഈ ഭക്ഷണ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ അറിവിൻ്റെ ആ ചക്രവാളം അത് എത്രമാത്രം വികസിതമാണ്, പരിമിതമാണ്, അങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്ക് വരുന്നതാണ് ഇത് 6th സ്റ്റേജ് ആകുമ്പോഴേക്കും വരുന്നത്. ഫുഡ് ആൻഡ് ലോങ് റേഞ്ച് എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ വാസ് ദ മെയിൻ മാർക്ക്. ഫുഡ് ആൻഡ് ലോങ് റേഞ്ച് എക്സ്ചേഞ്ച്, ഭക്ഷണവും ഇതിൻ്റെ എക്സ്ചേഞ്ചും അതെന്തുമായി ബന്ധപ്പെടുത്തുന്നു? കൾച്ചറുമായിട്ട് ഓരോ മനുഷ്യൻ്റെയും സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ഭക്ഷണ ചരിത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫുഡ് ആൻഡ് ദ long range exchange of culture was the main mark in the 6th stage. In the 7th stage, which branded as challenging evolution, ഏഴാമത്തെ ഘട്ടം ആകുമ്പോഴേക്കും എന്തായി അത്? ഇറ്റ് വാസ് ചലഞ്ചിങ് എവല്യൂഷൻ. അതായത് ഇത് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടമായിട്ട് മാറുന്നു ഏഴാമത്തെ ഘട്ടം ആകുമ്പോഴേക്കും. ഫുഡ് ആൻഡ് എക്കോളജിക്കൽ എവല്യൂഷൻ വാസ് എ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എക്കോളജിക്കൽ എവല്യൂഷനും കൂടെ, അതായത് ഈസ് ദ സ്റ്റഡി ഓഫ് എൻവിറോൺമെൻറ്റ്. എക്കോളജി മീൻസ് എന്താണ്? ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് എൻവിറോൺമെൻറ്റ്. അതായത് നമ്മുടെ ഭൗതിക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഇവല്യൂഷൻ ഈ ഭക്ഷണ കാര്യങ്ങളിൽ എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ് 7th സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത്. അപ്പം അദ്ദേഹം 8 സ്റ്റേജായിട്ടാണ് ഇത് കണക്കാക്കുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ദ ഫൈനൽ സ്റ്റേജ് വാസ് നോൺ ആസ് ഫീഡിങ് ദ ഗൈൻസ് വേർ ഫുഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ 19th ആൻഡ് 20th century വാസ് ദ പ്രൈം ഫീച്ചർ. അതായത് അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് ഏത് മേഖലയിലേക്ക് വന്നു? ഫുഡ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മേഖലയിലേക്ക് വന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ആർമെസ്റ്റോ കൺസിഡേർഡ് ഫുഡ് ആസ് എ യൂണിവേഴ്സൽ ആൻഡ് ഫണ്ടമെൻ്റൽ ടു ഹ്യൂമൻ ലൈഫ് അല്ലേ. ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സാർവത്രികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മൗലികമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണ ചരിത്രമാണ്. അപ്പോൾ എന്താ നമ്മളിതിൽ കാണുന്നത്? ഫുഡ് 8 ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ കാണുകയാണ് ആർമെസ്റ്റോ കൺസിഡേർഡ് ഫുഡ് ആസ് എ യൂണിവേഴ്സൽ ആൻഡ് ഫണ്ടമെൻ്റൽ ടു ഹ്യൂമൻ ലൈഫ്. ടു ഹിം ഫുഡ് ഈസ് വാട്ട് മാറ്റർ മോസ്റ്റ് ടു മോസ്റ്റ് പീപ്പിൾ ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം. അതായത് കൂടുതൽ സമയത്ത് കൂടുതൽ ആളുകൾ ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് അവർക്കായിട്ട് അനുയോജ്യമായിട്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് യൂണിവേഴ്സൽ ആൻഡ് ഫണ്ടമെൻ്റൽ ടു ഹ്യൂമൻ ലൈഫ്. ടു ഹിം ഫുഡ് ഈസ് വാട്ട് മാറ്റേഴ്സ് most to most people for most of the time. As already stated, he makes an in-depth study and vividly portrays how food had changed the attitude of human being ത്രൂ സെഞ്ച്വറീസ്. അതായത് ഇങ്ങനെയുള്ള ചില ഭക്ഷണങ്ങൾ കഴിക്കണം, ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, ചില ഭക്ഷണങ്ങൾ തമ്മിൽ ചേരാൻ പറ്റില്ല, ചില ഭക്ഷണങ്ങൾ കോമ്പിനേഷൻ ശരിയായിട്ടില്ലെങ്കിൽ അത് വേറൊരു തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും. അങ്ങനെ ഭക്ഷണം എങ്ങനെ എപ്പോൾ ഏത് സമയത്ത് കഴിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹം ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഭക്ഷണ ചരിത്രത്തിലെ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഹിസ് ഫൈൻഡിങ്സ് ആർ ദാറ്റ് യു ആർ വാട്ട് യു ഈറ്റ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഈറ്റ് ഗുഡ് ഫുഡ് ഇൻ ഓർഡർ ടു ബി ഹെൽത്തി ആൻഡ് ഫിറ്റ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് ഫിറ്റായിട്ടുള്ള ഭക്ഷണം, അങ്ങനത്തെയുള്ള ഭക്ഷണമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കഴിക്കേണ്ടത്. ആൻഡ് ദാറ്റ് എ മാൻ ടു ആൻഡ് എ man of average lifetime approximately spends 10 years at dining table. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലത്തിലെ ഒരു 10 വർഷക്കാലത്തോളമുള്ള സമയം അദ്ദേഹം എവിടെയായിരിക്കും സ്പെൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഡൈനിങ് ടേബിളിന് മുന്നിലാണ് ഒരു 10 വർഷത്തേക്കുള്ള സമയം അദ്ദേഹം ചെലവഴിക്കും. അപ്പോൾ നമ്മളെ ലൈഫിൻ്റെ ഒരു 10 വർഷം വരുന്ന സമയം നമ്മൾ എന്തിനായിട്ട് ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത്? ഭക്ഷണം കഴിക്കുന്നതിലേക്കാണ് ചെലവഴിക്കുന്നത് എന്നാണ് പറയുന്നത്. His exclusive study on food makes him a unique figure among historians of the 20th century, for he is the first detailed, authentic and exhaustive
study not only in the history of food but on the different food habits of the world. അപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റഡിയൊക്കെ ഭക്ഷണ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പഠനം ഒരു യുണീക്ക് ഫിഗർ, അതായത് അതിവിശിഷ്ടമായ ഒരു സ്ഥാനം ചരിത്രകാരന്മാരുടെ ഇടയിൽ, 21ാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാരുടെ ഇടയിൽ ഫിലിപ്പ് ആർമെസ്റ്റോയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അതിവിശിഷ്ടമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ഒത്തൻറ്റിക്, ആധികാരികമായിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സോസ്റ്റീവ്, അതായത് ഇൻക്ലൂഡിങ് ഓർ കൺസിഡറിങ് ഓൾ എലമെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പഠനം ഏത് മേഖലയിൽ നടത്തിയത്? ഹിസ്റ്ററി ഓഫ് ഫുഡ്, അതായത് ഭക്ഷണത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ആ ഭക്ഷണത്തിൻ്റെ മേഖലയിൽ ഒരു പഠനം നടത്തിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 21ാം നൂറ്റാണ്ടിലെ അതിവിശിഷ്ടനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ് അദ്ദേഹം. ബട്ട് ഓൺ ദ ഡിഫറെൻറ്റ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ വേൾഡ്, അതായത് ഭക്ഷണത്തിൻ്റെ ചരിത്രം മാത്രമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റിനെ കുറിച്ച്, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളെ കുറിച്ചുമുള്ള പഠനവും കൂടെ ആര് നടത്തി? ഫിലിപ്പ് ഫെർണാണ്ടസ് ആർമെസ്റ്റോ നടത്തി. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഫിലിപ്പ് ഫെർണാണ്ടസ് ആർമെസ്റ്റോ ഈസ് എ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഫസ്റ്റ് അക്കാഡമിക് ഹിസ്റ്റോറിയൻ, അതായത് ഈ ഫുഡ് ഹിസ്റ്ററി എന്താണ് എന്ന് ആദ്യമായി പറഞ്ഞു തന്ന ഫസ്റ്റ് അക്കാഡമിക് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള വർക്കാണ് ഇത് നിയർ 1000 ടേബിൾ എ ഹിസ്റ്ററി ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 2001. പിന്നെ ഈ ഒരു കൃതിയിൽ അദ്ദേഹം 8 റെവല്യൂഷണറി സ്റ്റേജ് ഫുഡ് ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു 8 റെവല്യൂഷണറി സ്റ്റേജസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് കുക്കിംഗ് എന്ന് പറയുന്നതാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ മീനിങ് ഓഫ് ഈറ്റിംഗ് ആണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹെർഡിംഗ് റെവല്യൂഷൻ ഹാഡ് ടേക്ക് പ്ലേസ് along with the changes from collecting food to producing it, അതാണ് പറയുന്നത്. ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് എഡിബിൾ എർത്ത്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇനീക്വാളിറ്റി ആൻഡ് ദ റൈസ് ഓഫ് ഹോട്ട് കസിൻ. സിക്സ്ത് സ്റ്റേജ് ദ എഡിബിൾ ഹൊറിസോൺ വിച്ച് ഫുഡ് ആൻഡ് ലോങ് റേഞ്ച് എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ. സെവൻത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ചലഞ്ചിങ് ഇവല്യൂഷൻ ആണ്. എക്കോളജിക്കൽ എവല്യൂഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഫീഡിങ് ദ ഗെയിൻസ്, അതായത് ഫുഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന രംഗത്തേക്കാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യു ആർ വാട്ട് യു ഈറ്റ്, അതായത് നമ്മൾ എങ്ങനെയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുക, അതായത് നമുക്ക് ഗുഡ് ഫുഡ് ആയിരിക്കണം, അതേപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം, അതേപോലെ നമുക്ക് ഫിറ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭക്ഷണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈ കൺസെപ്റ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രകാരന്മാരുടെ ഇടയിൽ ഒരു യുണീക്ക് ഫിഗർ നേടിക്കൊടുത്തു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ചരിത്രരചനയിൽ ഈ ഭക്ഷണ ചരിത്രത്തെക്കുറിച്ച് ഒതൻറ്റിക്കും എക്സോസ്റ്റീവും അതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നടത്തിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.